ഇപ്പോൾ ദീപക് ധർമ്മടം വീണ്ടും ചേരുന്നു. ഡി തുടക്കത്തിൽ ഒരു പരാതി വരുന്നു, അതിൽ കേസെടുക്കാൻ വലിയ ഗൗരവം അവർ കാണിക്കുന്നില്ല, വിമുഖത കാണിക്കുന്നു, അതൊരു വീഴ്ച. രണ്ടാമത്, കേസെടുത്തതിന് പിന്നാലെയും ശക്തമായ വകുപ്പുകൾ രേഖപ്പെടുത്താൻ ഈ SHOയുടെ നേതൃത്വത്തിൽ അവർ തയ്യാറാകുന്നില്ല, രണ്ടാം വീഴ്ച. മൂന്നാമത്, കേസെടുത്തതിന് ശേഷവും ആ പ്രതിയെ കൃത്യമായി മോണിറ്റർ ചെയ്യാതെ വിദേശത്തേക്ക് രക്ഷപ്പെടാനടക്കം സഹായിക്കുന്നു. ഈ ആരോപണങ്ങൾ ഇപ്പോൾ ഈ നടപടിയോട് ചേർത്ത് വായിക്കുമ്പോൾ എത്രത്തോളം സാധൂകരിക്കാൻ കഴിയും ഡി? വളരെ കൃത്യമായി ഈ സസ്പെൻഷൻ ഉത്തരവിന്റെ പകർപ്പിൽ തന്നെ പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് എന്നുള്ളതാണ്. സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് തന്നെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ കോഴിക്കോട് സിറ്റി ഹാസ് റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ഈ SHOവിന് പറ്റിയ വീഴ്ചകൾ, ഒപ്പം തന്നെ ഈ കേസിൽ പന്തീരങ്കാവ് പോലീസ് കാണിച്ച ജാഗ്രത കുറവ്, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീ AS സരിൻ AS SHO പ്ലേസ്ഡ് ടു അണ്ടർ സസ്പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് നോർത്ത് സോൺ IG, അതായത് വടക്കൻ മേഖലയുടെ പോലീസ് മേധാവി സേതുരാമനാണ്. ഈ നടപടിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയാണ്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പോലീസിന്റെ വീഴ്ച, SHOയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് വരെ പോലീസ് അനങ്ങാപ്പാറ നയത്തിലായിരുന്നു, പ്രത്യേകിച്ച് പന്തീരങ്കാവ് പോലീസ് അനങ്ങാപ്പാറ നയത്തിലായിരുന്നു. മാത്രവുമല്ല, ഇതിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ കുറവ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ മുഖ്യമന്ത്രി ഓഫീസ് ഇടപെടുകയും ADGP MR അജിത് കുമാറിന് നിർദ്ദേശം നൽകുകയും ചെയ്തപ്പോൾ സിറ്റി പോലീസ് ഉയർന്നു പ്രവർത്തിച്ചു. രാത്രി വൈകി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ കേസ് റിവ്യൂ ചെയ്തു. അപ്പോൾ ഇതിൽ ഗൗരവം കുറച്ചുകൊണ്ടുള്ള ലാഘവത്തിലുള്ള വകുപ്പുകൾ ചേർത്തത് ഉൾപ്പെടെയുള്ള പ്രതികളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകളെ കുറിച്ച് മനസ്സിലാവുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ അന്വേഷണ സംഘത്തെ ആകെപ്പടി മാറ്റുന്നു. പ്രത്യേക അന്വേഷണ സംഘം, 7 അംഗ സംഘം, അത് DYSP റാങ്കിലേക്ക് മാറ്റുന്നു. ACP സാജു എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. മറ്റൊരു കാര്യം, സമാന്തരമായി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കുന്നു. അതിൽ അടിയന്തര റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ടിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ പോലീസിന് വീഴ്ച പറ്റി എന്ന ആ നടപടിക്ക് അർഹമായ റിപ്പോർട്ട് സർക്കാർ ശരിവെക്കുന്നു. IG അതിൽ ഉത്തരവിടുന്നു, സസ്പെൻഷൻ നൽകിക്കൊണ്ട്. ഏതായാലും പന്തീരങ്കാവ് പോലീസ് ഈ സ്ത്രീപീഡന കേസിൽ ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്തു എന്നുള്ളത് കേരള പോലീസ് സ്ഥിരീകരിച്ചു. അതിനുള്ള ശക്തമായ നടപടിയാണ് ആഭ്യന്തര വകുപ്പ് എടുത്തിരിക്കുന്നത്. ഷുഹൈൽ. ശരി, ഡി പറഞ്ഞതുപോലെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു, ദ റിപ്പോർട്ട് ആൻഡ് അലൈഡ് ഡോക്യുമെന്റ്സ് വർ എക്സാമിൻഡ് ഇൻ ഡീറ്റെയിൽ ആൻഡ് ഇൻഡിഫറൻസ് എക്സിബിറ്റഡ് ബൈ ദ ഓഫീസർ ഇൻ എ വുമൻ കംപ്ലൈന്റ് ആസ് എ ഗ്രേവ് ഡിറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി. അതായത് ഗുരുതരമായ ഒരു വീഴ്ച, ഒരു യുവതിയുടെ, ഒരു സ്ത്രീയുടെ പരാതിയിൽ ഒരു SHO എത്രത്തോളം അലംഭാവം കാണിച്ചു, അത്രത്തോളം അലംഭാവം ആ ഉദ്യോഗസ്ഥന് ഉണ്ടായെന്ന് വ്യക്തമായ ഓർഡറിൽ പറയുന്നു ഡി. അപ്പോഴും പോലീസിന്റെ ഒരു മുഖം മിനുക്കൽ നടപടി എന്നതിലേക്കുള്ള ഒരു പ്രതിപക്ഷ ആരോപണം സ്വാഭാവികമായും വരും. കാരണം സംഭവമുണ്ടായി 2-3 ദിവസം കഴിയുന്നു. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു വീഴ്ച അവിടെ രൂപപ്പെട്ടിട്ടും അവിടെ ഒരു നടപടിയിലേക്ക് വരാൻ 2 ദിവസം പിന്നിടുന്നു എന്ന കാര്യത്തിൽ ഒരു പ്രതിപക്ഷ പ്രതിരോധം ഉണ്ടാകില്ലേ ഡി? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായ ഒരു ഗ്രേവ് പണിഷ്മെന്റ് നൽകേണ്ട രീതിയിലുള്ള കൃത്യവിലോപം, ഗുരുതരമായ വീഴ്ച ഇത്തരം ഒരു കേസിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ 24ന്റെ സ്ക്രീനിൽ കാണുന്നത് സസ്പെൻഷൻ ഉത്തരവിന്റെ പകർപ്പാണ്. ആ ഉത്തരവിൽ വളരെ കൃത്യമായി IG സേതുരാമൻ പറയുന്നു, ഈ അന്വേഷണ റിപ്പോർട്ട് കമ്മീഷണർ നൽകിയിരിക്കുന്നു. കമ്മീഷണർ റിപ്പോർട്ടിൽ ഗ്രേവ് പണിഷ്മെന്റ് നൽകാനുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു മുഖമിനുക്കൽ നടപടി എന്നതിനേക്കാൾ സുഹൈൽ, സർക്കാരിന്റെ മുൻപിൽ ഒരു വിഷയം വന്നപ്പോൾ ശക്തമായ നടപടിക്ക് നിർദ്ദേശം നൽകി, നടപടി ഉറപ്പാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഇത്തരത്തിൽ പന്തീരങ്കാവ് പോലീസ് ഒരു തെറ്റ് ചെയ്തത് അത് ശരിവെക്കാനോ അതിനെ മൂടി വെക്കാനോ പോലീസ് തലപ്പത്തു നിന്നും ശ്രമമുണ്ടായില്ല. മുഖ്യമന്ത്രിക്ക് വന്ന പരാതിയിൽ പൊടുന്നനെ, മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിലാണെങ്കിൽ പോലും പൊടുന്നനെ നടപടി ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ കർശന നിർദ്ദേശം നൽകുന്നു. ഇന്നലെ വൈകിട്ട് വന്ന പരാതിയിൽ ഇന്ന് വൈകിട്ടേക്ക് സസ്പെൻഷൻ ഉറപ്പാക്കി എന്ന് പറയുമ്പോൾ അത് കേരള പോലീസിന്റെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം തന്നെയാണ്. വീഴ്ച പറ്റുന്നതിനെ തിരുത്തുകയും വീഴ്ചക്കെതിരെ കടുത്ത നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പന്തീരങ്കാവ് നടപടിയിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. സുഹൈൽ. ശരി, ഡി തുടരുക. ഇപ്പോൾ വിനീത VG കൂടി ചേരുന്നു. വിനീത, സ്വാഭാവികമായും ഇനി പരാതിക്കാരുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്, അവരുടെ മാതാപിതാക്കളുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇനി ഈ കേസിൽ മുന്നോട്ടുള്ളത്. ഇപ്പോൾ കേസ് ഏറ്റെടുത്തിരിക്കുന്ന ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ മൊഴിയെടുക്കാൻ വരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം നമുക്ക് ലഭ്യമാണോ? അത്തരത്തിൽ അന്വേഷണത്തിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്നുണ്ടോ? കുടുംബത്തോട് അങ്ങനെ പോലീസുകാർ അവിടെ എത്തുമെന്ന കാര്യം വല്ലതും അറിയിച്ചിട്ടുണ്ടോ?
തീർച്ചയായും സുഹൈൽ, അല്പസമയത്തിനകം തന്നെ ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പറവൂരിലുള്ള ഈ വീട്ടിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുക. നേരത്തെ തന്നെ ഈ പോലീസുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരുത്തും. ഒപ്പം തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പന്തീരകാവ് CIനെ സംബന്ധിച്ചുകൊണ്ടുള്ള ചില ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ പരാതിയുമായി പോയപ്പോൾ അവർക്ക് നീതി ലഭിച്ചിരുന്നില്ല, കൃത്യമായിട്ടുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഈ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം പരിശോധിക്കും. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ വിശദമായിട്ടുള്ള മൊഴി ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തും. അതിനൊപ്പം ഈ മാതാപിതാക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം വളരെ വ്യക്തമായി കേൾക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അന്വേഷണ സംഘം ഈ പറവൂരിലുള്ള വീട്ടിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ വീട്ടിലെത്തി ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അന്വേഷണ സംഘം കേൾക്കും. അതിനുശേഷം മാത്രമായിരിക്കും പന്തീരകാവുള്ള രാഹുലിന്റെ വീട്ടിലേക്ക് പോവുകയും മറ്റ് തുടരന്വേഷണവുമായി ഏത് രീതിയിൽ ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കേസിൽ ഇവർക്ക് നീതി ലഭിക്കേണ്ടത് ഈ പെൺകുട്ടിക്കാണ് എന്ന ആ ഒരു നിലയിൽ തന്നെയാണ് പോലീസും ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാരിക്ക് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആദ്യ പരിഗണന കൊടുക്കുകയാണ് അന്വേഷണ സംഘം. അതിന്റെ ഭാഗമായി തന്നെയാണ് ആദ്യഘട്ടത്തിൽ പറവൂരിലുള്ള വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തുക. അതിനുശേഷം വളരെ വിശദമായിട്ടുള്ള മൊഴി, ഇവരുടെ പരാതി, ഈ പരാതിയിന്മേൽ ഇതുവരെ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അവർ കൃത്യമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നീക്കങ്ങൾ ഈ കേസിൽ ഇനി ഉണ്ടാവുക. ശരി, ദീപക് ധർമ്മടം വീണ്ടും ചേരുന്നു. DD, ഇനി നമുക്ക് മുന്നിലുള്ളത് രാഹുലിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. അതിന് തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്, ഇനി ഒരു റെഡ് കോർണർ നോട്ടീസിന് അനിവാര്യത കൂടിയുണ്ട്. അത്തരത്തിൽ രാഹുലിനെ നാട്ടിലെത്തിക്കാൻ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് മുന്നോട്ട് വേണ്ടത്? അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ? അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഇന്ന് കാലത്താണ് ഇത്തരത്തിൽ ഈ രാഹുൽ നാട് കടന്നു, രാജ്യം വിട്ടു എന്ന ഞെട്ടിക്കുന്ന വിവരം പോലീസ് ആസ്ഥാനത്തിന് ലഭിക്കുന്നത്. അതോടുകൂടി ഒരു നടുക്കത്തിൽ തന്നെയായിരുന്നു. കാരണം ഈ പ്രതിയെ ഇന്നലെ രാത്രി പിടിക്കണം എന്നതായിരുന്നു പോലീസ് തലപ്പത്ത് നിന്നും ഈ കൃത്യമായ നിർദ്ദേശം നൽകിയത്. ഈ SHOയ്ക്കും കൃത്യമായി ഇന്നലെ IG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണം, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ എന്നാൽ അതിനും മുമ്പ് തന്നെ ഈ രാഹുൽ രാജ്യം വിട്ടിരുന്നു, സംസ്ഥാനം വിട്ടിരുന്നു. കോഴിക്കോട് നിന്നും വീട്ടിൽ നിന്നും അദ്ദേഹം ടൗണിലെത്തുന്നു. ടൗണിൽ നിന്നും അദ്ദേഹം ബംഗളൂരുവിലേക്ക് റോഡ് മാർഗം പോകുന്നു. ബംഗളൂരുവിൽ നിന്നും വിമാനമാർഗം സിംഗപ്പൂരിലേക്ക് പോകുന്നു. സിംഗപ്പൂരിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള യാത്ര ആസൂത്രണം ചെയ്തു എന്നുള്ളത് കൂടിയാണ് വിവരം. അപ്പോൾ രാഹുൽ വളരെ പ്രീ പ്ലാൻഡ് ആയിരുന്നു ഈ നീക്കങ്ങളെല്ലാം നടത്തിയത്. ആ നീക്കങ്ങളിൽ ഇനിയുള്ളത് ജർമ്മനിയിൽ നിന്നുമാണോ സിംഗപ്പൂരിൽ നിന്നുമാണോ രാഹുലിനെ കിട്ടുക എന്നുള്ളതാണ്. അതേതായാലും പോലീസിന്റെ ഉന്നത തലത്തിൽ തന്നെ അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. കർണാടക പോലീസുമായും അതുപോലെ തന്നെ എമിഗ്രേഷൻ ക്ലിയറൻസിലുള്ള ഉദ്യോഗസ്ഥരുമായി എല്ലാം പോലീസ് തലപ്പത്തു നിന്നും സംഭാഷണങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഈ നിലവിൽ ഇതിൻ്റെ കണ്ടെത്താൻ വേണ്ടിയുള്ള റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സമ്മർദ്ദത്തിലാക്കി എത്രയും വേഗം അവിടെയുള്ള പോലീസിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇന്റർപോളിൻ്റെയോ മറ്റോ സഹായത്തോടു കൂടി ഈ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നടപടി. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ചിലപ്പോൾ ജർമ്മനിയിലെ കമ്പനിയുമായി കേരള പോലീസ് ബന്ധപ്പെട്ട് അയാളെ തിരിച്ച് നാട്ടിലേക്ക് കയറ്റിയേക്കാൻ ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് കൂടി കടന്നേക്കും. തിരികെ വരാം. അനിവാര്യം ഒരു ഇടവേള ആവശ്യമുണ്ട് ഈ ഘട്ടത്തിൽ. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത, ഈ പന്തീരകാവ് കേസിൽ വീഴ്ച വരുത്തിയ SHOയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.